വൈകുന്നേരം നനക്കാൻ വന്നാക്കിയാണ്. ഹലോ, അത് വെള്ളം വന്നണ്ട, ആ ഓണാക്കിയിട്ടെ. അല്ലെങ്കിൽ നേരിട്ട് നനച്ചോ, നേരിട്ട് നനച്ചോ. ആ, ഈ തക്കാളി വലിപ്പമുണ്ടല്ലോ, ഈ തക്കാളിക്ക് വലിപ്പമുണ്ടല്ലോ കുറച്ച്. അതെ, ഇത് പക്ഷേ പോയ ചെടിയായിരുന്നു കേട്ടോ. നോക്കിയേ, അതൊക്കെ അറ്റമൊക്കെ കരിഞ്ഞിരിക്കണ്ട. പോയിട്ട് പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വന്നാണ് നമ്മൾ. പുതിയ ബ്രാഞ്ച് വന്നാണ്. അത് കോസെടുത്ത് നനച്ചോ. വൈകുന്നേരം വെയിൽ ആയിക്കോട്ടെ. പാത്രത്തിൽ നനക്കണം. ആദ്യം കൂടി ആകുമ്പോൾ അധികം കുത്തി ഒഴിക്കില്ല. വെണ്ടക്ക ഒരെണ്ണം ആയി വന്നുണ്ട്. പൂ, ആ, ഈ കപ്പ വലുതായി വന്നിട്ടല്ല. ഇതിനെ വരുമ്പേ നമുക്ക് ഇതിൻ്റെ ആ വല ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമല്ലേ മുകളിലോട്ട് പോകാനായിട്ട്. കപ്പ ഒന്നും കളയാൻ ഉദ്ദേശിക്കണില്ല. എല്ലാം റെഡ് ലേഡിയാണ്. ആ, എല്ലാം റെഡ് ലേഡിയാണ്. ഈ പൂവായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. ആ, ഇതേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ അറ്റത്തറയട്ടാ അതിൻ്റെ ചെടി. അതിൻ്റെ അതൊരു കാര്യമുണ്ട്. മുകളിൽ നമ്മൾ റിങ് വെച്ചിട്ടില്ല, റിങ് വെക്കണം. പിന്നെ ഇവിടെ വെയിലിന് ഇത്തിരി കുറവുണ്ടെന്ന് വേണ്ട. വെയിൽ വേണം നന്നായിട്ട്. സൈക്കിളിൻ്റെ റിമ്മായാലും മതി. നമുക്ക് ലളിതമായിട്ടൊക്കെ ചെയ്യാം. എന്തെങ്കിലും അത് സംഘടിപ്പിക്കാം, കുഴപ്പമില്ല. അത് കിട്ടും. ആ, നോക്കാം. വഴുതന ഇന്ന് രാവിലെ പറിച്ചത് കാരണം ചെറുതൊക്കെ ഉള്ളൂ. നമ്മുടെ മധുരക്കിഴങ്ങ് കഴിഞ്ഞ ദിവസം അന്ന് പറഞ്ഞില്ലേ, ആ എന്താണ് കീരി എന്തോ കൊണ്ടുപോയില്ലേ? ആന്നേ, അങ്ങനെ ഒരു കീരിയാണ്. തുരപ്പനായിരിക്കില്ല, പെരിച്ചാഴി ആയിരിക്കില്ല. ഇവിടെയാണ് മരിച്ചീന ഉണ്ടായിരുന്ന ഒരു കുഴി കണ്ട. ഇവിടെ ഉണ്ടായിരുന്നാണ്, അത് കുഴിച്ചെടുത്തുണ്ട് പോയി. ഇനിയിപ്പോൾ പുതുതായിട്ട് വന്നിട്ട് വേണം അല്ലേ? പുതുതായിട്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ കിഴങ്ങ് ഉണ്ടായി വേണം. ഉണ്ടാവുമായിരിക്കും. ഈ മുളകൊക്കെ മുരടിച്ചു തുടങ്ങിയാൽ നമുക്ക് പുതിയ തൈ വെക്കാറായിരുന്നോളേ. അതാ ഈ പുഴയുടെ അടുത്ത് നമ്മൾ വെച്ച സമയത്തേ നന്നായിട്ട് കിട്ടി. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് എന്തോ ഒരു കീടബാധ ഉണ്ടെന്ന് തോന്നുന്നു. കീടനാശിനി ഒന്നും കളിക്കാറില്ലല്ലോ. കളി പറഞ്ഞാൽ ഒരു മുരടിപ്പായി. അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലെന്നോണല്ലേ. പുതിയ തൈ മേടിച്ച് വെക്കണം. ഇതേ എന്താണ് വെള്ള കളർ, അതായത് ഈ മുളക് വെള്ള കളറായി. വെയിൽ കൂടിയിട്ടാണ് തോന്നുന്നത്. നോക്കി പച്ച ഉണ്ടായിരുന്നോടത്ത് വെള്ള വെയിൽ കൂടിയിട്ടാണ് തോന്നുന്നത്. അതെ, വെള്ളക്കാന്താരി പോലെ അല്ലേ വെള്ളയാണ്. അത് കൊള്ളാൽ എന്തോ മാറ്റം വന്നു. നല്ല നേരിട്ടടിക്കണ്ട ഇവിടെ. വഴുതന കുറെ കിട്ടി എന്തായാലും. വെള്ളേടിയൊക്കെ നനച്ചോ. അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ കട വാഴയുടെ കടക്കിലോട്ട് കടത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം മണ്ണുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. റോബസ്റ്റ് വാഴ, റോബസ്റ്റിൻ്റെ വാഴയാണ്. അത് നന്നായിട്ട് വന്നുണ്ട്. എങ്ങനെയാവുമെന്നറിയില്ല അല്ലേ? ഉണ്ടാവുന്നേ. ആ, അത് തുരപ്പനായിരിക്കുമല്ലോ, കീരി ആയിരിക്കുള്ളൂ. തുരപ്പനാണെങ്കിൽ അത് കാര്യത്തിനുള്ളായിരുന്നു. പക്ഷേ അത് കിഴങ്ങ മുഴുവനായിട്ട് കൊണ്ടുപോയി. അതെങ്ങനെയാണെന്നാവോ. 1.5 കിലോ കൂടുതലുണ്ടായി. മറ്റേ അതുകൊണ്ടാണ് മറ്റേ എടുത്തത്. രണ്ടെണ്ണം ഉണ്ടായല്ലോ. നല്ല നൂറുള്ള കിഴങ്ങാണ്. നമ്മള് വാങ്ങിക്കണ കിഴങ്ങ പോലെ അല്ല, നല്ല നൂറുണ്ടായിന്. നല്ല കിഴങ്ങായിരുന്നു, വൈറ്റാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പൂവ് മറ്റേ ഇതാണ്, കസ്തൂരി മഞ്ഞളല്ല, അതിൻ്റെ ഒരു വേറെ വെറൈറ്റി മഞ്ഞക്കൂവ. അതിൻ്റെ പൂവാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ആ, അവിടെ നിൽക്കണ്ട്. അവിടെ കാട്ടിലാണ്ട് ഒരു പൂവ് നിൽക്കണ്ട്. അതും ഭംഗിയുള്ള പൂവാണത്. ഇവിടെ നിന്ന് പറിച്ച് കളഞ്ഞതാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് പൂവുണ്ടായി.
ഇവിടത്തേക്ക് നനച്ചു കഴിഞ്ഞാ? ആ. അവിടെ തെങ്ങും തൈ നനച്ചാ? ആ 2 തെങ്ങും തൈ അത് നനച്ചോ? വെള്ളം കൊടുത്താ? 2 തെങ്ങും തൈ അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നനയ്ക്കുക. കൂമ്പ് വലിച്ചിട്ടുണ്ടല്ലേ, പുതിയ കൂമ്പ്. ഇവിടെ എന്താണ് മണ്ണൊക്കെ തെളിച്ചിട്ടുണ്ടല്ലോ? ഞാനേ മറ്റേ അവിടെ ഇത്തിരി ചീര വിത്ത് ഇട്ടിട്ടുണ്ട്. പാകിയറുണ്ടോ? അപ്പോൾ ദിവസം നനക്കണോട്ടോ. അന്ന് അതിൽ പാകിയത് പിടിച്ചതൊക്കെ പോയി. എന്താണ് കയ്യിൽ കത്രിക ഉണ്ടല്ലോ? പെൻഡാസിൻ്റെ വെട്ടാനായിട്ട്. അതെ, നനച്ചു കഴിഞ്ഞല്ലേ? അവിടെ എല്ലാം നനച്ചില്ലേ? ഇനി പെൻഡാസിൻ്റെ വർക്കാണല്ലേ? ആ, അത് മൂടി വെച്ചോ. പുതിയൊരു കൊല വന്നുണ്ട്, അത് കഴിഞ്ഞ ദിവസം കാണിച്ചാണ്. പെൻഡാസ് എന്ത് ചെയ്യാൻ വേണം? അതെ, പെൻഡാസിൻ്റെ പരിചരണമാണ്. അതെ, പുതിയ പൂ വരുമല്ലേ അപ്പം? അതൊക്കെ പൂ ഉണ്ടായി കഴിഞ്ഞാണോ? ഇതൊക്കെ മുരടിച്ച് നിൽക്കണത് കളയണം. ക്രോപ്പ് ചെയ്ത് നിർത്തണം അല്ലേ? ഇത് ക്രോപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കുറച്ച് പൂവുണ്ടാകുമ്പോഴാണ് നല്ല രസം അല്ലേ? ഈ വിങ്ക റോസൊക്കെ അങ്ങോട്ട് മുന്നിലോട്ട് മാറ്റാലോ? ആ, അവിടേക്ക് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ എപ്പോഴും അതിൽ നടക്കുമ്പോൾ മുട്ടനുണ്ട്, ഇടം കുറവായതുകൊണ്ട്. ഈ എന്താണ് ഓർക്കിഡ് എത്ര ദിവസമായല്ലേ? കുറേ ദിവസമായല്ലേ? ആ, ഇതെന്താണ് ഇതിൻ്റെ സീഡാണെന്ന് തോന്നുന്നു അല്ലേ? വിത്താണ്. ഉണങ്ങട്ടല്ലേ? ഉണങ്ങണമെങ്കിൽ നമുക്ക് പാകി നോക്കാം. പിന്നെ അത് പുല്ലാണ്ട് വളർന്നുണ്ടല്ലോ. ഇതേ പുല്ല് ഇതിൻ്റെ ഇടയ്ക്കുണ്ട് പുല്ലൊക്കെ. മിങ്ക റോസ് ഇങ്ങനെ പൂവുള്ളപ്പോൾ രസമുണ്ട കാണാൻ. അത് നിറയെ പൂവുണ്ടാവണം അല്ലേ? അപ്പോഴാണ് രസം. ഇതിൻ്റെ ബ്രാഞ്ചൊക്കെ ഇത്രയും ഹൈറ്റിൽ വരാൻ പാടില്ല. അത് ക്രോപ്പ് ചെയ്യണം ഒരു നേരത്തെ, അപ്പോഴാണ് കൂടുതൽ ഭംഗി വേണം. ഇത് ഞങ്ങൾ മുന്നോട്ട് മാറ്റാട്ടാ. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പെൻഡാസ്? ആ, അതെ, ഞാൻ മറ്റേ ഫ്രണ്ടിലെ കുറച്ച് ചെടി ഇങ്ങനെ മാറ്റിയിട്ടേ ഈ ഇത് കൊണ്ടുപോയി വിങ്ക റോസ് കൊണ്ടുപോയി. ഇതെടുക്ക് എടുത്തോ. ടൈല് വെക്കണ്ട. ഇവിടെ നോക്കാൻ വേണം. ആ, ടൈല് മാറ്റണം. ആ, മാറ്റിക്കോ. വേരിറങ്ങിയിട്ടുണ്ടല്ലേ, അപ്പോൾ അത് മാറ്റിക്കോണം. അത് ഈ കട്ട് ചെയ്ത വേസ്റ്റ് ടൈലുകളാണ്. എല്ലാം മാറ്റണം. ആ, മാറ്റാം. എന്നിട്ട് ഈ വേരിറങ്ങുകയാണെങ്കിൽ പിന്നെ അവിടെ ടൈലിരുന്നാൽ ശരിയാവില്ല. അവിടെ ശാരി വെക്കും, പിന്നെ ഞാനും കൊണ്ടുപോകും, അവിടെ മാറ്റിക്കോളാം. ഇത് കൊടുത്തോ നോക്കത് ഇനി വെന്തറുണ്ടാവും. ചെടി വെക്കണതിൻ്റെ ഇടക്കാണ് അടപ്പത്ത് വെച്ചേക്കണ ചക്കയുടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു സൂര്യൻ്റെ ഒരു വ്യൂ. ലൈറ്റ് സൂര്യാസ്തമയമായി. അട എന്താ നോക്കിയാ? ഓക്കെ, അപ്പോൾ ഇത് കഴിയുമ്പോൾ അടയുണ്ട്. ഇന്നത്തെ വിശേഷം അല്ലേ? വിശേഷപ്പെട്ട അവിടെ ചെറിയ അത് ചെടി ഇവിടെ ടൈൽ വെച്ചോടത്തൊക്കെ കുറച്ച്
ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ആക്കി. അത് നേരെ ചരിക്കണ്ട കേട്ടോ, ചരിവ് വേണ്ട. ചരിവ് വേണ്ട, നിങ്ങൾ സ്ലോപ്പ് വേണ്ടെന്ന്. സ്ലോപ്പ് വേണ്ട. പൂവുള്ള ചെടികൾ കൊണ്ടുപോയി. പിങ്കാറോസും അവിടെ നിന്ന് എടുത്തോ. ഇത് ഫസ്റ്റ് വെച്ചോ. പിങ്കാറോസ് വെച്ചോ. അത് വെച്ചോ, അത് കുഴപ്പമില്ല. അതാണ് ആ ചരിവ് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഞാൻ സ്ലോപ്പ് വേണ്ടെന്ന് പറഞ്ഞു. കൈ കൊണ്ടാ, അതാണ് ആ ചൂലും കൊണ്ട് തന്നെ ലെവലാക്കായിരുന്നു. അതാണ് നന്നായിട്ട് പറഞ്ഞത്, സ്ലോപ്പ് വേണ്ടാണ്. അടുത്ത പിങ്കാറോസ് എടുത്തോ, വേറൊരു കളർ എടുത്തോ. ഇടയ്ക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം, നല്ലതാണ്. എടുത്തോ. അവിടെ അതുപോലെ തന്നെ ആ ലെവലാക്കി വെക്കും. കണ്ടോ, നല്ല ഭംഗിയായി അടുപ്പിച്ച് വന്നു. അതാണ് പറഞ്ഞത്, അതിൻ്റെ എൻഡ് ക്രോപ്പ് ചെയ്യണമായിരുന്നു അല്ലേ. ചില ചെടികൾ അങ്ങനെ വെട്ടി നിർത്തിയാലേ ഭംഗിയായിട്ട് കൂടുതൽ ബുഷ് പോലെ വരുള്ളൂ. ഇത് കുഴപ്പമില്ല അങ്ങനെ അല്ലേ. അതൊക്കെ ഒരുപാട് ബ്രാഞ്ചായി പോയി. അതൊക്കെ ഞാനും കുഴപ്പമില്ല, ഞങ്ങളുടെ കുഴപ്പമില്ല. ഉണ്ടോ, നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ അത് ആ പൂ പോകൂലേ, പുറത്തോട്ടാക്കല്ലേ, ഇങ്ങോട്ട് ആക്കല്ലേ, അങ്ങനെ ആദ്യം വെച്ചോണ്ടെന്ന് വെച്ചോ. നടക്കുമ്പോൾ തട്ടായിരിക്കും. ഇത് തന്നെയാണ് ഭംഗി. കണ്ടോ, ഇനിയുണ്ടോ പിങ്കാറോസ്? എടുത്തോ. ഇത്തിരിയാണ് നീക്കി വെച്ചു, ഇത്തിരി നീക്കി വെച്ചു. ശരിക്കും നിങ്ങൾ അടുപ്പിക്കണ്ട, പിടിക്കാതൊക്കെ മാറ്റി. പിടിക്കാതൊക്കെ മാറ്റി. ഇനി ഒരു ചെടിക്കും കൂടിയുള്ള അവസരം ഉണ്ട് ഇവിടെ. ഓർക്കിഡാണുള്ളനാ. അത് കുറച്ച് ദിവസം കൂടി ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. ഇനി വെക്കണ്ട, മതിയല്ലോ. ഇത് വെച്ചപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ടൈല് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ നേരത്തെ. ആ ടൈല് മാറ്റി വന്നല്ലേ. എല്ലാത്തിൻ്റെയും വേര് അടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ടൈലില്ലാത്തടത്ത് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടൈല് വെക്കണ്ട ഇനി എന്നാ. എന്താണെന്ന് വേര് ഇറങ്ങിക്കോട്ടെ. പണി കഴിഞ്ഞാ? അതെ. ഇത് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, മൊത്തം ക്ലീൻ ആക്കിയിട്ടേ വെള്ളം ഒഴിക്കല്ലേ. കപ്പിയോറൊക്കെ അടിച്ചോളാം, എന്നിട്ട് ക്ലീൻ ആക്കി വെള്ളം ഒഴിക്കാം. കറ്റാർ വാഴ വരണ ഇപ്പുണ്ടല്ലോ, അലോവേര മോൻ നട്ടണോ? എല്ലാത്തിനും വെള്ളം ഒഴിക്കണോട്ടോ, ഇതൊക്കെ ട്രൈ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് നടത്തി. ഇനി പൂച്ചെടി ഗാർഡൻ സെറ്റിംഗ് ഒക്കെ ഒരുവിധം പൂർത്തിയാക്കി. ഇലച്ചെടികളൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവന്നത്, അതാണ് മെയിനായിട്ട് ചേഞ്ച് വരുത്തിയത്. പിന്നെ ഓർക്കിഡ്, ഇവിടെ ഒരു ഇലച്ചെടിയുണ്ട്, ഗ്ലോണിമയുടെ ഒരു ഇനം. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തുടങ്ങി പൂച്ചെടികളാണ്. അത് ഇത് പെൻഡാസിൽ എല്ലാത്തിലും പൂവില്ല. അതിൻ്റെ കൂമ്പൊക്കെ കിള്ളി കൊടുത്ത കാരണം അതിൻ്റെ പൂവൊക്കെ ഇനി വന്നിട്ട് വേണം. പിന്നെ വിങ്കാറോസൊക്കെ ഫ്രണ്ടിലോട്ടാക്കി. അപ്പോൾ ഗാർഡൻ സെറ്റിങ് കഴിഞ്ഞു. ഗാർഡൻ സെറ്റിങ് ചെയ്യണമെന്നൊരു കമൻറ്റൊക്കെ വന്നില്ല. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.